നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th മാത്സിൻ്റെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ആണ്. അതിലെ 3rd ക്വസ്റ്റ്യൻ്റെ 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമുക്ക് ഇക്വേഷൻസ് നേരിട്ട് തരുന്നില്ല, നമുക്ക് പ്രോബ്ലം തരും, അത് വെച്ച് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers ഈസ് 26 ആൻഡ് ദ 1 number ഈസ് 3 times ദ അതർ, ഫൈൻഡ് ദം. അപ്പം 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 26ഉം അതിലെ ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാൾ 3 times കൂടുതലാണ്. അപ്പം ആ 2 നമ്പറുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു വൈ. ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers ഈസ് 26, അതായത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 26. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. 1 number ഈസ് 3 times ദ അതർ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3 times ദ അതർ, അതായത് 3 times സെക്കൻഡ് നമ്പർ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3y. കേട്ടോ, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ മുന്നേ ചെയ്തിരുന്നത് പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കത് സോൾവ് ചെയ്തെടുക്കാം. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ ഓൾറെഡി നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 3y എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു വേറെ എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു സംഭവം നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കാം? 3y എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3y ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 3y മൈനസ് വൈ ഈസ് ഈക്വൽ ടു 26. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെ എഴുതി. എക്സിൻ്റെ സ്ഥാനത്ത് മാത്രം 3y എന്ന് കൊടുത്തു. 3y മൈനസ് വൈ എത്രയാണ്? 2y വിച്ച് ഈസ് ഈക്വൽ ടു 26. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 26. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 13. 26 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 13 ആണ് അല്ലേ. വൈയുടെ വാല്യൂ കിട്ടിയല്ലോ. നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു വൈ എത്രയാണ്? 13. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 13 എന്ന് പറയുന്നത് 13 അയൺ. അപ്പോൾ നോക്കി എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 13 അയൺ എന്ന് കിട്ടി. വൈയുടെ വാല്യൂ നമുക്ക് 13 എന്ന് കിട്ടി. ഇത് നോക്കി നമുക്കിനി നമ്മുടെ ആൻസർ ശരിയാണോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ ഒരു മെത്തേഡിൽ തന്നിട്ടുണ്ട് ഈ 2 നമ്പറുകളുടെ ഡിഫറൻസ് 26 ആണ്. നോക്കിയേ, 13 അയൺ മൈനസ് 13 എത്രയാണ്? 26. പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു 3 times വൈ അല്ലേ? 13 ഇൻറ്റു 3 13 അയൺ ആണ്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നുള്ളതും ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദ ലാർജർ ഓഫ് 2 supplementary ആംഗിൾസ് എക്സീഡ്സ് ദ സ്മോളർ ബൈ 18 degrees. ഫൈൻഡ് ദം. 2 സപ്ലിമെൻ്ററി ആംഗിൾസ് ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 18 degrees ആണ്. അപ്പോൾ 2 ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ലെറ്റ് ദ ലാർജർ ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ലെറ്റ് ദ ലാർജർ ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ലെറ്റ് ദ സ്മോളർ ആംഗിൾ ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ ലാർജർ നമ്മൾ എക്സും സ്മോളർ വൈ ആയിട്ട് എടുത്തു. ഇവിടെ തന്നിട്ടുള്ളത് ലാർജർ ഓഫ് 2 supplementary ആംഗിൾസ് എക്സീഡ് ദ സ്മോളർ ബൈ 18 degrees, അതായത് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 18 അല്ലേ. ലാർജർ ആംഗിള് സ്മോളറിൻ്റെ കൂടെ 18 ആഡ് ചെയ്താൽ നമുക്ക് ലാർജർ ആംഗിൾ കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 18. പിന്നെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, എന്താണ്? സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ അർത്ഥം? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 degree അല്ലേ. ഈ 2 ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അവിടെയാണ് നമ്മൾ സപ്ലിമെൻ്ററി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അതും വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 18. അത് നമുക്ക് ഡയറക്റ്റ് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 18 ഇൻ സെക്കൻഡ് ഇക്വേഷൻ വി ഗെറ്റ് എക്സിൻ്റെ സ്ഥാനത്ത് വൈ പ്ലസ് 18. പിന്നെ ബാക്കി അതിൽ എന്തുണ്ട്? പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180. കണ്ടോ, എക്സിൻ്റെ സ്ഥാനത്താണ് നമ്മൾ വൈ പ്ലസ് 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. വൈ പ്ലസ് വൈ എത്രയാണ്? 2y പ്ലസ് 18 ഇസ് ഈക്വൽ ടു 180. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു 180. ഈ പ്ലസ് 18 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 18 ആവും. അപ്പോൾ 2y ഇസ് ഈക്വൽ ടു
180 minus 18 is equal to 162. Therefore, y is equal to 162. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2. 162 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 81. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 81 കിട്ടി. അപ്പോൾ നമുക്ക് അറിയാം എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? y പ്ലസ് 18 ആണ് അല്ലേ? ആ ഇക്വേഷനിൽ നമുക്ക് വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 81 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 81 പ്ലസ് 18 അത് എത്രയാണ്? 99 അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 99. നോക്കിയേ, എക്സ് 99 y 81. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 18 ആണ് അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കറക്റ്റ് ആണ്. അപ്പോൾ ലാർജർ ആംഗിൾ ഈസ് ഈക്വൽ ടു 99 ആൻഡ് സ്മോളർ ആംഗിൾ ഈസ് ഈക്വൽ ടു 81 ഡിഗ്രി. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇതേപോലത്തെ ഒന്ന് നോക്കാം. The coach of a cricket team buys 7 bats and 6 balls for rupees 3,800. Later she buys 3 bats and 5 balls for rupees 1,750. Find the cost of each bat and ball. ഓരോ ബാറ്റിൻ്റെയും ബോളിൻ്റെയും നമുക്ക് വില കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് വൈ എന്തായിട്ട് എടുക്കാം? ലെറ്റ് ദ കോസ്റ്റ് ഓഫ് 1 ബാറ്റ് അല്ലേ? ലെറ്റ് ദ കോസ്റ്റ് ഓഫ് 1 ബാറ്റ് നമുക്ക് റുപ്പീസ് എക്സ്. ഇവിടെ നമുക്ക് കോസ്റ്റാണ് പറഞ്ഞിരിക്കണം, അതുകൊണ്ട് റുപ്പീസ് എന്ന് എഴുതണം. റുപ്പീസ് എക്സ്. അതേപോലെ തന്നെ ലെറ്റ് ദ കോസ്റ്റ് ഓഫ് 1 ബോൾ ഇസ് ഈക്വൽ ടു റുപ്പീസ് വൈ. അപ്പോൾ എക്സും വൈയും എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ എഴുതണം ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ക്രിക്കറ്റ് ടീം ബൈസ് 7 ബാറ്റ് ആൻഡ് 6 ബോൾസ്. 7 ബാറ്റ് എന്ന് പറയുമ്പോൾ 7x അല്ലേ? ബാറ്റ് എക്സ് ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കോസ്റ്റ്. 7x പ്ലസ് 6 ബോൾസ്. അപ്പോൾ 6 ബോൾ എത്രയാണ്? വൈ. അപ്പോൾ 7x പ്ലസ് 6y is equal to 3,800. ഇത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. പിന്നെ ഇത് നമുക്ക് ആദ്യം തന്നെ x ഈക്വൽ ടു സോൾവ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ 7x is equal to 3,800 minus 6y. So x is equal to 3,800 minus 6y divided by 7. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് കിട്ടും? 3 ബാറ്റ് ആൻഡ് 5 ബോൾസ്. അപ്പോൾ 3 ബാറ്റ് എക്സ് ആണ്, 5 ബോൾസ് 5y is equal to 1,750. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞിട്ട് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഏത് രീതിയിൽ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഇനി നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3,800 മൈനസ് 6y ഡിവൈഡഡ് ബൈ 7 പ്ലസ് ബാക്കി എന്തുണ്ട്? 5y is equal to 1750. നമുക്കിതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 3 ഇൻറ്റു 3,800 എത്ര വരും? 11,400. നിങ്ങളിവിടെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇവിടെ ആൻസർ എഴുതാൻ. 3 ഇൻറ്റു 6 18y പ്ലസ് ഇനി ഇവിടെ നമുക്ക് 7 ഇല്ല അല്ലേ ഡിനോമിനേറ്റർ ആയിട്ട്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൻ്റെ കൂടെ 7 അവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 7 5s are 35y ഓൾ ഡിവൈഡഡ് ബൈ 7 നമുക്ക് ഇനി എഴുതാം അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 1,750. ഇനി 7 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് y ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. 11,400 മൈനസ് 18y പ്ലസ് 35y. അപ്പോൾ എന്ത് കിട്ടും? പ്ലസ് 17y വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1,750. ഈ 7 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് വിത്ത് 7 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 12,250 വരും. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി നമുക്കിവിടെ 17y is equal to വൈയുടെ ടേം മാത്രം ഇവിടെ നിർത്താം, നമ്പർ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. 12,250 മൈനസ് 11,400. അപ്പോൾ ഇത് നമുക്കവിടെ നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 850 എന്ന് വരും. 12,250 മൈനസ് 11,400 എന്ന് പറയുന്നത് 850. അപ്പോൾ 17y is equal to 850. അപ്പോൾ y is equal to 850 ഡിവൈഡഡ് ബൈ 17. 850 ഡിവൈഡഡ് ബൈ 17 ചെയ്യുമ്പോൾ നമുക്ക് 50 ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. y is equal to 50. ഇനി നമുക്കിവിടെ എക്സ് എന്തായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? എക്സ് is equal to ഞാനത് ഇവിടെ വീണ്ടും എഴുതാം. എക്സ് is equal to 3,800 മൈനസ് 6y ഡിവൈഡഡ് ബൈ 7 എന്നാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിൻ്റെ വൈയുടെ വാല്യൂ നമുക്കിവിടെ 50 എന്ന് കിട്ടി. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x is equal to 3,800 minus 6 into 50 divided by 7. അപ്പോൾ 3,800 minus 6 5s are 30 അല്ലേ? അപ്പോൾ 6 into 50 എന്ന് പറയുമ്പോൾ 300 divided by 7.
വിച്ച് ഈസ് ഈക്വൽ ടു 3800 മൈനസ് 300 എന്ന് പറയുമ്പോൾ എന്ത് വരും 3500 അല്ലേ ഡിവൈഡഡ് ബൈ 7 3500 35ൽ 7 5 ടൈംസ് അപ്പോൾ ഇവിടെ 500 അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടി അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 50യും എക്സ് ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടി അപ്പോൾ ഇതിന് താഴെ നിങ്ങൾ എഴുതണം എക്സ് നമ്മുടെ എന്തായിരുന്നു ദ കോസ്റ്റ് ഓഫ് 1 ബാറ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ പറയാം ദ കോസ്റ്റ് ഓഫ് 1 ബാറ്റ് ഈസ് ₹500 ആൻഡ് ദ കോസ്റ്റ് ഓഫ് 1 ബോൾ ഈസ് ഈക്വൽ ടു ₹50 അങ്ങനെ നമ്മൾ എക്സും വൈയും കൺവേർട്ട് ചെയ്തിട്ട് എഴുതിക്കോളും അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരികയാണെങ്കിൽ ആദ്യം നമ്മൾ എക്സും വൈയും എന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്തിരിക്കണം അതിനുശേഷം ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അതിനെ സോൾവ് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ സെൻറ്റൻസിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കി ഒരു 3 സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്